കയറിപ്പിച്ചോണ്ടോ സംഭവം ഒക്കെയാണ് കേട്ടാ. നമുക്കൊന്ന് വലിച്ച് സെറ്റായി കഴിഞ്ഞാൽ പന വീഴും കേട്ടാ. ഈ പനയുടെ തലപ്പത്ത് ഞാനാണ്. ഇത് വളച്ച് താഴെ നിസ്സാരം ഞാൻ വളച്ചപ്പെടുന്നത്. അങ്ങനെയല്ല പാടണ്ട. വേണം പാടാൻ. നിങ്ങൾ അറബിയും മലയാളവും പാടിക്കൊണ്ടിരിക്കാതെ ഈ പന വളയുന്നില്ലെന്ന്. അതെന്താണ്? അങ്ങനെ വരാൻ വഴിയില്ലല്ലേ? ഇത് വളയുന്നില്ല. വേണ്ട, ശരിയാണ്, വളയണില്ലട്ടാ. ടൈറ്റ് ഉണ്ടല്ലോ, എന്നിട്ടും വളയാത്ത. പിടിച്ച് വലിച്ചാണ് ഒന്നും കൂടെ. വളയുന്നില്ലടാ. നമ്മള് മറ്റു നിസ്സാരമായിട്ട് വളച്ചല്ലേ ഇങ്ങോട്ട് പോയത്. ഇതിനാണ് വളയാത്തത്. വളയുന്നില്ല സംഭവം. വളയുന്നില്ലല്ലോ. വളയുന്നില്ല. എന്താണ് പ്രശ്നം? എന്താണ്? അല്ല സാറേ, ഈ പന വളയൂലേ? അത് അകത്ത് സ്റ്റീൽ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നില്ല. അത് എങ്ങനെ വളയുന്നത്? പ്രോപ്പർട്ടിയിൽ പന അത് എഴുതി കൊടുക്കണമായിരുന്നു. പന വളയ്ക്കുന്ന പന വേണമെന്ന് എഴുതി കൊടുക്കണ്ടേ? രഞ്ജിത്തേനോട് എപ്പോഴും പറഞ്ഞിട്ടില്ലേ, പറയുമ്പോ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണോന്ന്. ആണെന്ന് എല്ലാത്തിനും കയറി ഏക്കുകയും ചെയ്യുന്ന അവസാനം ആകുമ്പോഴത്തേനും എല്ലാം ഇട്ട് തലയിട്ട് പൊട്ടിക്കുകയും ചെയ്യും. ഇനിയിപ്പോ വളച്ച് വളച്ചത് ഇപ്പൊ അങ്ങനെ പോട്ടെ. അല്ല അതല്ല സാർ, അത് പറ്റത്തില്ല. കാരണം കേരളത്തിൽ എത്ര നീയൊക്കെ ചുമ്മാ എല്ലാം കൊതിപ്പിക്കുകയും ചെയ്ത് സിനിമ ഇറക്കാന്നും പറഞ്ഞോണ്ട്. അല്ലേലും അത് എല്ലാ സ്കിറ്റും ഇങ്ങനെ എഴുതി വെച്ചിട്ട് ലാസ്റ്റ് കിടന്ന് തപ്പിക്കളിക്കും. നീ പറഞ്ഞപ്പം വളക്കുന്ന പന വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നു. എങ്ങനെയാണ് നാട്ടിലെത്തണം? അത്രേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാക്കണം. അത് അറിയോ? പനയില്ലാത്ത നാട്ടിലെത്തിയെങ്കിൽ ഇനി ക്ലൈമാക്സ് ആവണ്ടേ? പിന്നെ മറ്റേ പുള്ളി എവിടെ ഇരിക്കുന്നത്? അതുകൊണ്ട് അനൂസാറല്ലേ അതുകൊണ്ട് ആ മോണിറ്ററിന്റെ ഇടയ്ക്ക് കൂടി നോക്കുന്നുണ്ടോ? കലിപ്പാ കേട്ടോ, കലിപ്പുണ്ട് ശ്രദ്ധിച്ചോണം, കലിപ്പുണ്ട്. എന്തെങ്കിലും പറഞ്ഞ എന്താണ് തീരുമാനം പറ. അല്ല പിന്നെ ഈ മണല് മാറ്റിയിട്ടേ കേരളത്തിലെ ഏതെങ്കിലും ഒരു ജംഗ്ഷൻ ഇട്ട് തരുമോ? എന്തിനാ അത്? നമ്മൾ അവിടെ നിന്ന് ബസ് പിടിച്ചങ്ങ് പൊക്കോളാം. എങ്ങോട്ടെങ്കിലും പോട്ടെ. അല്ലാതെ ഇവരെ കൊണ്ട് ഈ മണലിന്ന് ക്ലൈമാക്സ് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. ശരി ക്ലൈമാക്സ് ഒരു കേരളത്തിലെ ഏതെങ്കിലും ജംഗ്ഷൻ എങ്കിലും മതി. സിറ്റി ലൈറ്റ് ഷോപ്പ്, അമ്പട പച്ചക്കറിക്കടൊക്കെ ഉണ്ട്. കേരളത്തിലൊരു ഉണങ്ങിയ മരം ലോജിക് അടിക്കും. ഈ സംഭവം നമ്മളിപ്പോ ജംഗ്ഷനിലെത്തി. നമുക്ക് വീട്ടിൽ പോണെങ്കിൽ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല. പൈസക്കൊക്കെ ഇവിടെ ആകെ വിഷയമാവും. ഇനി തിരിഞ്ഞും പിരിഞ്ഞും നോക്കരുത്. നല്ല ജംഗ്ഷനാണ്. ഇട്ടള വണ്ടി കയറി വീട്ടിലോട്ട് വിട്ടോ.